ഹായ് ഓൾ, വെൽക്കം ടു എജ്യൂസ് അക്കാഡമി. അപ്പൊ നമ്മൾ ഇന്നലെ ഫാർമസ്യൂട്ടിക്സിലെ 5 ഇമ്പോർട്ടന്റ് ഏരിയാസ് ഡിസ്കസ് ചെയ്തു. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുള്ള 5 ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2008 ഒരു ഫാർമസി കോമ്പറ്റേറ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ള 10 ക്വസ്റ്റ്യൻസ് ആണ്. സോ ഈ ഒരു 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഏതെങ്കിലും ഒരു എക്സാമിന് വരികയാണെങ്കിൽ ആ 10 ക്വസ്റ്റ്യന്റെ 10 മാർക്ക് നിങ്ങൾക്ക് കിട്ടുക എന്നുള്ള ഒരു ഇന്റൻഷനോട് കൂടിയാണ് ഈ വീഡിയോ. അപ്പോ നമുക്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന MCQ സീരീസ് ആണ്. MCQ സീരീസ് ഫസ്റ്റ് പാർട്ട്. അതുപോലെ നമ്മുടെ ഫാർമസി RRB എക്സാം വരുന്നുണ്ട്, GPAT വരുന്നുണ്ട്, ധാരാളം എക്സാം വരുന്നുണ്ട്. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു വിശ്വസിക്കുന്നു. അതുപോലെ നമ്മുടെ എജ്യൂസ് അക്കാഡമിയുടെ ചാനൽ ആദ്യമായിട്ടാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോസ് ഒക്കെ വാച്ച് ചെയ്യുക. LSGDയുടെ ബാച്ച് ഇപ്പോൾ റണ്ണിംഗ് ആണ്. അതുപോലെ ഫാർമസി ലോങ് ടേം ബാച്ചും റണ്ണിംഗ് ആണ്. അപ്പൊ അഡ്മിഷൻ അതുപോലെ കോഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നവര് എജ്യൂസ് അക്കാഡമിയുടെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അവർ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. So moving on to the first question. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? പയോഗ്ലിറ്റിസോൺ യൂസ്ഡ് ഇൻ ടൈപ്പ് 2 ഡയബറ്റിസ് ആക്ട്സ് ബൈ. ടൈപ്പ് 2 ഡയബറ്റിസിൽ യൂസ് ചെയ്യുന്ന പയോഗ്ലിറ്റിസോൺ എന്ന് പറയുന്ന ഡ്രഗിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ആണ് ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? ഡിക്രീസിംഗ് ഗ്ലൂക്കോസ് അപ്ടേക്ക് ഇൻ മസിൽസ്, ഇൻക്രീസിംഗ് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി, ഇൻഹിബിറ്റിംഗ് ഇൻഡസ്റ്റൈനൽ ആൽഫ ഗ്ലൂക്കോസിഡേസ് ആൻഡ് ഫൈനലി സ്റ്റിമുലേറ്റിംഗ് ഇൻസുലിൻ സെക്രീഷൻ. അതായത് പയോഗ്ലിറ്റിസോൺ എന്താണ്? പയോഗ്ലിറ്റിസോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓറൽ ഹൈപ്പോഗ്ലൈസെമിക് ഡ്രഗ്സിനകത്ത് വരുന്ന തയസോളിഡിൻ ഡയോൺ കാറ്റഗറിയിൽ വരുന്ന ഒരു ഡ്രഗ് ആണ്. സോ ഈ തയസോളിഡിൻ ഡയോൺസ് എല്ലാം തന്നെ PPAR ഗാമ അഗോണിസ്റ്റ് ആണ്. ദാറ്റ് ഇസ് പെറോക്സിസോം പ്രോലിഫറേറ്റർ ആക്ടിവേറ്റഡ് റിസപ്റ്റർ ഗാമ. സോ ഈ റിസപ്റ്റർ എന്താണ്? ഇറ്റ് ഇസ് ആക്ച്വലി ന്യൂക്ലിയർ റിസപ്റ്റർ വിച്ച് ഇസ് ഇൻവോൾവ് ഇൻ റെഗുലേറ്റിംഗ് ദ ജീൻ എക്സ്പ്രഷൻ. ജീൻ എക്സ്പ്രഷൻ റെഗുലേറ്റ് ചെയ്യാണ്. എന്തിനുള്ള ജീൻ എക്സ്പ്രഷൻ? ദ ജീൻ എക്സ്പ്രഷൻ വിച്ച് ഇസ് ഇൻവോൾവ് ഇൻ ദ മെറ്റബോളിസം. മെയിൻ ആയിട്ടും ലിപ്പിഡ് മെറ്റബോളിസത്തിനും ഗ്ലൂക്കോസ് മെറ്റബോളിസത്തിലും ഇൻവോൾവ് ആയിട്ടുള്ള ഒരു റിസപ്റ്റർ ആണ് ഈ PPAR ഗാമ. സോ അതിനെ എന്ത് ചെയ്യാണ്? PPAR ഗാമ അഗോണിസ്റ്റിക് ആക്ഷൻ ആണ് പയോഗ്ലിറ്റിസോൺ കാണിക്കുന്നത്. സോ ഇതിന്റെ മെയിൻ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടുക. എന്താണ് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി? ഇൻസുലിൻ സെൻസിറ്റിവിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലെ സെൽസ് എങ്ങനെ ഇൻസുലിനോട് റെസ്പോണ്ട് ചെയ്യുന്നു. അതായത് നമ്മുടെ ബോഡിയിലുള്ള ലിവർ സെൽസ്, ഫാറ്റ് സെൽസ്, അങ്ങനെയുള്ള കുറെ സെൽസ് എന്ത് ചെയ്യുന്നുണ്ട്? ഗ്ലൂക്കോസിനെ ബ്ലഡിൽ നിന്ന് അപ്ടേക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ്? ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിന്റെ ലെവൽ കുറയും. സോ അതനുസരിച്ചിട്ട് എന്താണ്? ഇൻസുലിൻ അത്രത്തോളം വളരെ കുറച്ച് എമൗണ്ടിൽ പാൻക്രിയാസിന് സെക്രീറ്റ് ചെയ്താൽ മതി. ആസ് വി ഓൾ നോ പാൻക്രിയാസിനകത്തുള്ള ബീറ്റ സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ. സോ ഇങ്ങനെ ഈ ഒരു സെൽസ് നമ്മുടെ ഗ്ലൂക്കോസിന് അപ്ടേക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ് പറ്റുന്നത്? നമ്മുടെ ഓട്ടോമാറ്റിക് ആയിട്ട് ബ്ലഡിൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ അവിടെ കുറയാണ്. സോ ഈ പയോഗ്ലിറ്റിസോൺ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇൻസുലിൻ സെൻസിറ്റിവിറ്റിനെ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി. പയോഗ്ലിറ്റിസോൺ ഇസ് എ PPAR ഗാമ agonist that improves the insulin sensitivity in adipose tissue, muscles and liver. It does not stimulate insulin secretion. ഇൻസുലിൻ സെക്രീഷൻ സ്റ്റിമുലേറ്റ് ചെയ്യല്ല. അതേസമയം ഈ സെൽസ് എന്ത് ചെയ്യുന്നുണ്ട്? ഓൾറെഡി പറഞ്ഞ പോലെ ഈ ഗ്ലൂക്കോസിനെ ബ്ലഡിൽ നിന്ന് അപ്ടേക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ആൻജിയോടെൻസിൻ 2 റിസപ്റ്റർ ബ്ലോക്കർ യൂസ്ഫുൾ ഇൻ ട്രീറ്റിംഗ് ഹൈപ്പർ ടെൻഷൻ ഈസ്. ആൻജിയോടെൻസിൻ 2 റിസപ്റ്റർ ബ്ലോക്കേഴ്സിനെ നമ്മൾ കോമൺ ആയിട്ട് ഏത് കാറ്റഗറിയിലാണ് വരുത്തുന്നത്? സാർട്ടൻ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരുന്നത്. അതായത് ടെൽമിസാർട്ടൻ, ഒൽമിസാർട്ടൻ, കാൻഡിസാർട്ടൻ, വൽസാർട്ടൻ, ഇർബിസാർട്ടൻ എല്ലാം വരുന്നുണ്ട്. സോ ഓപ്ഷനിൽ ഏതൊക്കെ വരുന്നുണ്ട്? എനലാപ്രിൽ, വൽസാർട്ടൻ, അറ്റനലോൾ ആൻഡ് അംലോഡിപ്പിൻ. സോ അതിൽ നിന്ന് തന്നെ എന്ത് മനസ്സിലായി? വൽസാർട്ടൻ ആണ് കറക്റ്റ് ആൻസർ. വൽസാർട്ടൻ ഈസ് ആൻ ആൻജിയോടെൻസിൻ റിസപ്റ്റർ ബ്ലോക്കർ that selectively blocks angiotensin 1 receptors preventing the effect of angiotensin 2. ഈ angiotensin 2 എന്ന് പറഞ്ഞാൽ അതൊരു പൊട്ടന്റ് വാസോ കൺസ്ട്രിക്ടർ ആണ്. സോ ഈ angiotensin 2നെ എഫക്ട്സിനെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രിവെന്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ മൂവിംഗ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Co-administration of non-steroidal anti-inflammatory drugs with warfarin may leads to. വാർഫാറിന്റെ കൂടെ NSAIDs കൊടുക്കുകയാണെങ്കിൽ എന്ത് എഫക്റ്റ് ആയിരിക്കും തരിക? ഫസ്റ്റ് വൺ antagonistic interaction, second one change in drug transport, third one disturbance in electrolytes and finally additive or synergistic interaction. എന്താണ്? നമുക്കറിയാം വാർഫാരിൻ is an oral anticoagulant. ഓറൽ ആന്റികോയാഗുലന്റ് ആണ് വാർഫാരിൻ എന്ന് പറയുന്നത്. സോ നോൺ സ്റ്റീറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സിനകത്ത് വരുന്ന ഇബുപ്രൂഫിൻ, സോ നമുക്കറിയാം കുറെ ഡ്രഗ്സ് അതിനകത്ത് വരുന്നുണ്ട്.
അപ്പൊ ഈ ഡ്രഗ്സും കൂടി കൊടുക്കുമ്പോൾ എന്താ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബ്ലീഡിംഗ് ടെൻഡൻസി അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ബോത്ത് ആർ ഹാവിംഗ് സം ആന്റി കൊയാഗുലന്റ് എഫക്ട്സ്. NSAIDs എന്ത് ചെയ്യുന്നുണ്ട്? പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. സോ രണ്ടും കൂടി ഒന്നിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ബ്ലീഡിംഗ് ടെൻഡൻസി കൂടും. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഷോയിങ് additive or synergistic interaction. So the explanation is both NSAIDs and warfarin increases the bleeding risk. NSAIDs may displace warfarin from plasma proteins and damage the gastrointestinal mucosa, enhancing the warfarin's effect. That is, it's showing the synergistic anticoagulant effect. Next one, laminaria and kelp are used for the industrial production of carrageenans, agar, fucins and alginic acid and alginates. അതായത് ഈ ലാമിനേരിയ ആൻഡ് കെൽപ്പ് ഇത് രണ്ടും എന്താണ്? A kind of seaweed, brown algae കാറ്റഗറിയിൽ വരുന്നതാണ് ലാമിനേരിയ ആൻഡ് കെൽപ്പ്. അപ്പം ഇത് രണ്ടും മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് they are used for the production of alginate, സോഡിയം ആൽജിനേറ്റിന്റെ ഒക്കെ എക്സ്ട്രാ അല്ലെങ്കിൽ അതിന്റെയൊക്കെ പ്രൊഡക്ഷൻ ആണ് മെയിൻ ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. ഇതിൽ ലാമിനേരിയ ആൻഡ് കെൽപ്പ് are used to produce alginic acid, which is widely used as a pharmaceutical excipient and thickener. അപ്പൊ എന്താണ് ഈ ആൽജിനേറ്റ് എന്ന് പറഞ്ഞാൽ? ആൽജിനേറ്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് പോളിസാക്കറൈഡ് which is extracted from the cell walls of brown algae. ബ്രൗൺ ആൽഗേന്റെ സെൽ വോളിൽ നിന്ന് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഒരു കൈൻഡ് ഓഫ് പോളിസാക്കറൈഡ് ആണ് ഈ ആൽജിനേറ്റ്. സോ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്താണ്? They are used for the industrial production of alginates. Next one, microscopy of bulbs of Argenia indica, that is a squill, shows ഏത് ടൈപ്പ് ഓഫ് കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ദിസ് ക്വസ്റ്റ്യൻ ആക്ച്വലി ഫ്രം ഫാർമക്കോഗ്നസി. സോ ഓപ്ഷൻ എ പ്രിസംസ് ഓഫ് കാൽഷ്യം ഓക്സലേറ്റ്, ഓപ്ഷൻ ബി കാൽഷ്യം കാർബണേറ്റ് ആൻഡ് സിലിക്ക, ഓപ്ഷൻ സി റോസെറ്റ് ഓഫ് കാൽഷ്യം ഓക്സലേറ്റ് ആൻഡ് ഓപ്ഷൻ ഡി റാഫൈറ്റ്സ് ഓഫ് കാൽഷ്യം ഓക്സലേറ്റ്. അപ്പൊ സ്ക്വിൽ എന്ന് പറഞ്ഞ ആ ഒരു ഡ്രഗിന് അല്ലെങ്കിൽ ആ ഒരു പ്ലാന്റിനകത്ത് ഏത് ടൈപ്പ് ഓഫ് അതിന്റെ ബൾബാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അതിന്റെ ബൾബിനകത്ത് ഏത് ടൈപ്പ് ഓഫ് കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ആണ് പ്രസന്റ് ആയിട്ടുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ അതിന്റെ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി, ദാറ്റ് ഈസ് ദ റാഫൈറ്റ്സ് ഓഫ് കാൽഷ്യം ഓക്സലേറ്റ്. റാഫൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ചെറിയ നീഡിൽ ഷേപ്ഡ് ക്രിസ്റ്റൽസിനെയാണ്, ക്ലസ്റ്റർ ഓഫ് നീഡിൽ ഷേപ്ഡ് ക്രിസ്റ്റൽസിനെയാണ് നമ്മൾ റാഫൈറ്റ്സ് എന്ന് പറഞ്ഞ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് ഈസ് ദ കീ ഐഡന്റിഫൈങ് മൈക്രോസ്കോപ്പിക് ഫീച്ചർ ഓഫ് സ്ക്വിൽ. സ്ക്വിലിന്റെ ഏറ്റവും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് ഈ നീഡിൽ ഷേപ്ഡ് കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ്. Okay, moving on to the next question. The transverse section of Glycyrrhiza glabra treated with 80% sulfuric acid gives deep yellow color, no reaction, deep blue color and deep red color. അതായത് Glycyrrhiza glabra ഏതാണ്? It is the licorice. Licorice എന്ന് പറഞ്ഞ പ്ലാന്റിന്റെ ട്രാൻസ്വേഴ്സ് സെക്ഷൻ എടുക്കുമ്പോൾ നമ്മൾ അതിനെ 80% സൾഫ്യൂരിക് ആസിഡ് ട്രീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒബ്സർവേഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഡീപ്പ് യെല്ലോ കളർ, നോ റിയാക്ഷൻ, ഡീപ്പ് ബ്ലൂ കളർ ആൻഡ് ഡീപ്പ് റെഡ് കളർ. The answer is option A. This is because of the presence of the triterpenoid saponin glycyrrhizin. Glycyrrhizin എന്ന് പറഞ്ഞ ഒരു triterpenoid saponin അതിനകത്ത് പ്രസന്റ് ആയതുകൊണ്ടാണ് അതൊരു ഡീപ്പ് യെല്ലോ കളർ നമുക്ക് തരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആന്റിഹിസ്റ്റമിൻ വിത്ത് ഡൈഫിനൽ മീഥൈൽ ഗ്രൂപ്പ്, അതായത് രണ്ട് ഫിനൈൽ റിംഗും അതുപോലെ ഒരു മീഥൈൽ ഗ്രൂപ്പും വരുന്ന കോമ്പൗണ്ട് ഇതിനകത്ത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. മെറ്റിലാസിൻ, സൈക്ലിസിൻ ഹൈഡ്രോക്ലോറൈഡ്, ഫെനിറമിൻ ആൻഡ് ഫെനിൻഡാമിൻ. അതായത് ഇങ്ങനെ ഒരു സ്ട്രക്ചർ ആയിരിക്കും വരിക. സോ ഈ സ്ട്രക്ചർ ഏതിനകത്താണ് വരുന്നതാണ് ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാല് സൈക്ലിസിൻ ഹൈഡ്രോക്ലോറൈഡിനകത്താണ് രണ്ട് ഫിനൈൽ റിംഗും ഒരു മീഥൈൽ ഗ്രൂപ്പും വരുന്നത്. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഓക്കെ, cyclisin contains the diphenyl methyl group, a structural moiety responsible for its H1 antihistaminic and antiemetic activity. Diphenyl രണ്ട് ഫിനൈൽ റിംഗും ഒരു മീഥൈൽ ഗ്രൂപ്പും വരുന്നതുകൊണ്ടാണ് സൈക്ലിസിൻ ഹൈഡ്രോക്ലോറൈഡ് ആന്റിഹിസ്റ്റമിനിക് ആക്ഷനും അതുപോലെ ആന്റിഎമെറ്റിക് ആക്ഷനും കാണിക്കുന്നത്. സോ ദാറ്റ് ഇസ് അനദർ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. അറ്റ് ദ ഹെട്രോസൈക്ലിക് റിംഗ്സ് പ്രസന്റ് ഇൻ പൈലോകാർബിൻ. പൈലോകാർബിൻ എന്നാണ് ഒരു ആൽക്കലോയിഡ് ആണ് അല്ലെ. സോ അതിനകത്ത് പ്രസന്റ് ആയിട്ടുള്ള ഹെട്രോസൈക്ലിക് റിംഗ്സ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഇമിഡസോൾ ആൻഡ് ക്വിനോളിൻ, ഇമിഡസോൾ ആൻഡ് തയസോൾ, ക്വിനോളിൻ ആൻഡ് ഫിനാന്ത്രിൻ, ഇമിഡസോൾ ആൻഡ് ഡൈഹൈഡ്രോഫ്യൂറാൻ. അതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ആൻസർ ഇമിഡസോൾ ആൻഡ് ഡൈഹൈഡ്രോഫ്യൂറാൻ ആണ്. അത് ഈ രണ്ട് റിംഗ് ഹെട്രോസൈക്ലിക് റിംഗ്സ് പൈലോകാർബിൻ ഉള്ളത് കൊണ്ടാണ് അത് മസ്കാർനിക് അഗോണിസ്റ്റിക് ആക്ടിവിറ്റി കാണിക്കുന്നത്. സോ ദ ആൻസർ ഇസ് ഇമിഡസോൾ ആൻഡ് ഡൈഹൈഡ്രോഫ്യൂറാൻ. ഏതിനകത്താണ്? പൈലോകാർബിൻ. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫാർമക്കോളജിക്കൽ ആക്ഷൻ എന്താണ്? മസ്കാർനിക് അഗോണിസ്റ്റിക് ആക്ഷൻ.
ഓക്കെ, നെക്സ്റ്റ് വൺ മോസ്റ്റ് ഇമ്പോർട്ടന്റ് മൈക്രോബിയൽ വിറുലൻസ് ഫാക്ടർ ഇൻ മെനിഞ്ചൈറ്റിസ്. എന്താണ് മൈക്രോബിയൽ വിറുലൻസ് ഫാക്ടർ? അതായത് ഒരു മൈക്രോ ഓർഗാനിസത്തിന്റെ ഒരു സ്ട്രക്ചറോ അല്ലെങ്കിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കമ്പോണന്റോ എന്ത് വേണമെങ്കിലും ആവാം, അതെന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു കറസ്പോണ്ടിങ് പത്തോളജിക്കൽ ഇൻഫെക്ഷൻ കോസ് ചെയ്യാൻ കാരണമാകുന്നുണ്ട്. സോ അങ്ങനെ ഒരു പെർട്ടിക്കുലർ തിങ്ങിനെയാണ് നമ്മൾ വിറുലൻസ് ഫാക്ടർ എന്ന് പറയാം, മൈക്രോബിയൽ വിറുലൻസ് ഫാക്ടർ. ഇതിനകത്ത് ഓപ്ഷൻസ് ഏതൊക്കെയാണ്? എക്സോടോക്സിൻ, capsule components, coagulase and hyaluronidase. Correct answer capsule ആണ്. The pathogens like Neisseria meningitis and Streptococcus pneumoniae possess polysaccharide capsules that prevent phagocytosis, which is crucial in meningitis pathogenesis. അതായത് ഈ പറഞ്ഞ മെനിഞ്ചൈറ്റിസ് കോസ് ചെയ്യുന്ന രണ്ട് ബാക്ടീരിയക്ക് എന്തുണ്ട്, അവരുടെ ഔട്ടർ സർഫസിൽ ക്യാപ്സ്യൂൾ, ദാറ്റ് ഈസ് ദ സെൽ വോൾ ആക്ച്വലി. സോ അതിന്റെ ആ ഒരു ഔട്ടർ വോളില് പോളിസാക്രൈഡ് ക്യാപ്സ്യൂൾ ഉണ്ട്. അത് എന്ത് ചെയ്യുന്നുണ്ട്, ഫാഗോസൈറ്റോസിസ് പ്രിവെന്റ് ചെയ്യുന്നുണ്ട് ഹ്യൂമൻ ബോഡിയുടെ അകത്തുള്ള. ആസ് എ റിസൾട്ട് എന്ത് കോസ് ചെയ്യുന്നു, ഇത് മെനിഞ്ചൈറ്റിസ് കോസ് ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് ദ മൈക്രോബിയൽ വിറുലൻസ് ഫാക്ടർ. അടുത്തെന്താണ്? സൈക്ലിക് ഒലിഗോമേഴ്സ് ഓഫ് ഗ്ലൂക്കോസ് ഫോമിംഗ് വാട്ടർ സോലുബിൾ ഇൻക്ലൂഷൻ കോംപ്ലക്സസ്. അതായത് ഒലിഗോമർ എന്ന് പറഞ്ഞാൽ മോണോമർ, ഡൈമർ എന്നൊക്കെ നമ്മൾ കുറെ കേട്ടിട്ടുണ്ട്. ഒലിഗോമർ എന്ന് പറഞ്ഞാൽ കുറെ മോണോമേഴ്സ് ജോയിൻ ചെയ്തിട്ടുള്ളതിനാണ് നമ്മൾ ഒലിഗോമർ എന്ന് പറയുന്നത്. അതിൽ ഗ്ലൂക്കോസിന്റെ സൈക്ലിക് ഒലിഗോമർ എന്ന് പറയുന്നത് ഏതാണ്? ഇതില് ക്ലോറോഫിൽ, പോളിത്തിലിൻ ഗ്ലൈക്കോൾ, ക്രോസ് പവിഡോൺ ആൻഡ് സൈക്ലോഡെക്സ്ട്രീൻ. സോ ഒലിഗോ പോളിമർ സൈക്ലോ ഒലിഗോമർ ഓഫ് ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞ ഏതാണ്? സൈക്ലോഡെക്സ്ട്രിൻ ആണ്. ആൻഡ് ദ മോണോമേഴ്സ് ആർ ജോയിൻഡ് ബൈ ആൽഫ 1,4 ഗ്ലൈക്കോസിഡിക് ബോണ്ട്. സോ ഇത് 2008 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെലക്ടഡ് 10 ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴെങ്കിലും നിങ്ങൾ കാണുകയാണെങ്കിൽ തെറ്റിക്കരുത്. സോ ഇത് മനസ്സിലാക്കി വെക്കുക. അതുപോലെ ഓൾറെഡി പറഞ്ഞു നമ്മുടെ LSGD ഫാർമസിസ്റ്റ് ബാച്ചും അതുപോലെ ലോങ് ടേം ബാച്ചും റണ്ണിംഗ് ആണ്. അഡ്മിഷൻ എടുക്കാനും ഡീറ്റെയിൽസും കാര്യങ്ങളും ആഗ്രഹിക്കുന്നവരെ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. സോ അടുത്ത ദിവസം നമ്മൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. സോ എല്ലാവരും നന്നായിട്ട് RRB എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.